ഹലോ എവരിബഡി, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വാഴപ്പിണ്ടി കൊണ്ടാണ്. ബനാന സ്റ്റെം വാഴപ്പിണ്ടി, ഇത് മുഴുവൻ ഫൈബറാണിത്. ഇത് നമുക്ക് വളരെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷനൊന്നും വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് തന്നെയല്ല, ഇതിൻ്റെ കൂടെ ഞാൻ ഇത് മുളപ്പിച്ച ചെറുപയറാണ്. ഇത് ഞാൻ മുളപ്പിച്ച ചെറുപയർ ഇന്ന് രാവിലെ മുളച്ചിരിക്കുകയായിരുന്നു. ഞാനൊന്ന് ചെറുതായിട്ട് വേവിച്ച്, കുറച്ച് വേവേ ഉള്ളൂ, ഇതിന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു പിടി ചെറുപയർ ഇട്ടിട്ടേ ഉള്ളൂ. ഇതിൽ ഒരു ചെറിയ കഷ്ണം പിണ്ടി. ഈ പിണ്ടിയെ പോളയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുക. ഇനി ഇത് കൊത്തി അരിയണം. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ക്രാപ്പറിലിട്ടോ അല്ലെങ്കിൽ പ്രോസസ്സറിലിട്ടോ ഒക്കെ കുഞ്ഞാക്കാം. ഇനി ഇതിന് അരയ്ക്കേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു 4 കോട് വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, പിന്നെ നമുക്ക് ഉപ്പ്, കടുക് വറുക്കാൻ കടുക്, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇത് മുളപ്പിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ചെറുപയർ ഞാൻ ഒരു പിടി ചെറുപയർ മിനിങ്ങാന്ന് വൈകിട്ട് ഒരു ദിവസം കഴിഞ്ഞു, അപ്പം വെള്ളത്തിൽ ഇട്ടതാണ്. ഇന്നലെ രാവിലെ അത് ഊറ്റി ഞാനൊരു അരിപ്പ വെച്ചിരുന്നു, വലിയൊരു അരിപ്പയുണ്ട്, അരിപ്പ വെച്ചു. അത് കഴിഞ്ഞ് ഇന്നായപ്പോഴത്തേക്കും ഇതിനെല്ലാം നല്ല മുള വന്നിട്ടുണ്ട്, കണ്ടോ, മുളച്ച് നിൽക്കുകയാണിതെല്ലാം. നല്ല ഇങ്ങനത്തെ ഈ സ്പ്രൗട്ടഡ് മൂങ് ഡാൾ എടുക്കുവാണെങ്കിൽ, അതായത് കിളിപ്പിച്ച ഈ ചെറുപയർ, ഇതിന് വളരെ ഗുണഗണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊരു ഹെൽത്തി തോരനാണ് ഇന്നുണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്തുണ്ട് എണ്ണ വേണമെങ്കിലും എടുക്കാം. കടുക് ഇടുക, ഒരു സ്പൂണ്. ഞാനൊരു 3 സ്പൂണ്, ഈ സ്പൂണിന് 3 സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെച്ചിരിക്കുക. ഉഴുന്ന് പരിപ്പൊക്കെ അരിഞ്ഞു പോയാൽ പിന്നെ രുചി പോകും. നല്ല മൂട്ട് കിട്ടണമെങ്കിൽ തീ കുറച്ച് വെച്ച് അതിലാക്കുന്നതാണ് നല്ലത്. ചെറുതീയിൽ ഇതിലോട്ട് നമ്മൾ 2 വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇതിലിടുക. പിണ്ടി ഞാനിവിടെ നല്ല കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിച്ചിട്ട് ഈ നമ്മൾ കിളിപ്പിച്ച പയർ ഒരു സ്വല്പം വെന്താൽ മതി ഇത്, കേട്ടോ. അത് ഇതിൻ്റെ പുറത്തോട്ട് ഇടുക. ഇത് വെറും ഒരു പിടി പയറേ ഉള്ളൂ. ഇതിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് വലുതായപ്പോൾ ഇത്ര ആയെന്നേ ഉള്ളൂ. ഇതാ മുളച്ച എല്ലാം മുളയൊക്കെ കാണാൻ. ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിനങ്ങനെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കേട്ടോ. ഇതിൽ തന്നെ വെന്ത് കിട്ടും നമുക്ക്. ഈ അരപ്പിലും പിന്നെ ഈ ചെറുപയറിലും ഒക്കെ വെള്ളമുണ്ട്. ഇനി നമുക്ക് ഉപ്പിടുക.
ഉപ്പ് കുറച്ച് ഞാൻ ഇട്ടു. ഇനി ബാക്കി നമ്മൾ ഇതെല്ലാം ഇളക്കി എല്ലാം കഴിഞ്ഞ് ഒന്നും കൂടി ഉപ്പ് നോക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ആയപ്പം ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കുകയാണ്. പയറും പിണ്ടിയും അരക്കും എല്ലാം കൂടെ. നമ്മൾ ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാകും. ഇതാ നമ്മളുടെ പിണ്ടിത്തോരൻ, അതായത് ചെറുപയർ മുളപ്പിച്ച പിണ്ടിത്തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ വേഗം ഉണ്ടാക്കാനൊക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റുകളൊന്നും പറയുന്നില്ല, ഇന്ന് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞതാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.